കൊണ്ടുപോയി ICU കൊണ്ടുപോയി കുട്ടി 50% ബ്രെയിൻ ഡെത്താന്ന് നമ്മൾ അറിയുന്നത് ഇപ്പൊ കുറച്ച് മുന്നേ അറിയുന്നത്. ഇപ്പൊ 90% ആയി. ഇപ്പൊ അവിടെ കൊണ്ടുപോയി ഇപ്പൊ 90% ബ്രെയിൻ ഡെത്താ പറയുന്നത്. പക്ഷെ നമ്മളോട് ഷംസു സാറും കാര്യങ്ങൾ അവരൊക്കെ പറയുന്നത് അറിയോ, കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, കുട്ടി സ്റ്റേബിൾ ആവുന്നുണ്ടെന്ന്. നമ്മളെന്താ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലേ? കുട്ടിക്ക് എന്താ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? വേറെ വെന്റിലേറ്റർ സപ്പോർട്ട്, വെന്റിലേറ്റർ എടുത്ത് മതിയെ കുട്ടിയുടെ എത്താവും, അത്രേ ഉള്ളൂ. നമ്മളെ കൂടെ ഉള്ള ഒരു കുട്ടിയാ പോന്നെ. ചിലപ്പോ ഇവർ പൈസ കൊടുത്ത് ഒതുക്കുമായിരിക്കും. ഇത്രയും നാളും എത്രയോ പേര് ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ സൂയിസൈഡ് ചെയ്തവരൊക്കെ എന്താ പുറത്ത് പറയാത്തെ? പേടിച്ചിട്ട്. കാരണം ഇവിടെ അവർ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വരെ ഒന്നും ഉണ്ടാത്തത്. നമുക്ക് എല്ലാവർക്കും ഇവിടെ പ്രശ്നമുണ്ട്, ആ കുട്ടിക്ക് മാത്രമൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പൈസക്ക് എന്തും ആവാന്ന് ഇവരെ വിചാരം, ഇവിടുത്തെ മാനേജ്മെന്റിന്റെ വിചാരം. ഇത്ര നമ്മൾ DMOക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ, ഇപ്പൊ ഞാൻ തേർഡ് ഇയർ ബാച്ചാ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ആരും അറിയില്ല. DMO വന്നു, സബ് കളക്ടർ, എല്ലാവരും ആരൊക്കെയോ വന്നു. എന്റെ എന്തെങ്കിലും നടന്നോ? പൈസ കൊടുത്ത് ഒതുക്കി. നമ്മൾ പറയേണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ പൈസ കൊടുത്ത് ഒതുക്കി. ലാസ്റ്റ് നമ്മളെ ബാച്ചാരെ അയല ബാച്ച് ഇതാക്കിയിട്ട് ഒറ്റപ്പെടുത്തി. നമ്മളെ ബാച്ചാരെ എല്ലായിടത്തും ഇപ്പൊ ഒറ്റപ്പെടുത്തില്ല, കുത്തലായിപ്പം. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, അതിന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഷംസു സാർ മുകളിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കൂടെ എന്തിനും നമ്മൾ നിൽക്കാന്ന്. എവിടെ നിൽക്കുന്നത്? എവിടെ ഷംസു സാർ? എവിടെ ഷംസു സാർ? ഉള്ളിൽ ക്യാബിനിൽ കയറി. ഇവിടെ സ്കൂളിൽ മാത്രമല്ല, നമ്മൾ കോളേജിൽ ഹോസ്റ്റലിൽ മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്കറിയാം, പക്ഷെ നമ്മൾ ആരോടും പറയുന്നില്ല, അതേ ഉള്ളൂ. ഇതിന് കാരണക്കാർ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. മാനേജ്മെന്റ്, വാർഡനും, ഇവിടുത്തെ വാർഡൻ അങ്ങനെ പറഞ്ഞോണ്ട് മാത്രാണ്. വാർഡൻ ആ കുട്ടി അങ്ങനെ പറഞ്ഞോണ്ട്, വാർഡൻ ഇന്നൊരിക്കൽ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും പറയുന്നുണ്ട്. എല്ലാവരും വാർഡൻ ഇങ്ങനെ തന്നെ പറയുന്നത്. വാർഡൻ മോശമായിട്ട് പെരുമാറിയെന്നാണ് പറയുന്നത്. വാർഡൻ എന്തൊക്കെയോ പറഞ്ഞു. അവൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഞാൻ പോകുന്നു, വാർഡനോട് പറഞ്ഞത് ഞാൻ പോവാന്ന്. എന്നിട്ട് ഒരു കുട്ടീനോട് പറഞ്ഞു, ലാസ്റ്റ് 2 പേരോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പറയണം എന്റെ റൂംമേറ്റ്സിനോട്, അതായത് 2 പേരോട് പറയണം. വാർഡനോട് ഞാൻ ഷൗട്ട് ചെയ്തെന്ന് ലാസ്റ്റ് ഒന്ന് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല കുട്ടി ഇങ്ങനെ ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുന്നില്ല. ഇപ്പൊ വാർഡനോട് പോയിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ വാർഡൻ പറയാ എനക്കൊന്നും പറയാനില്ല നിങ്ങളോട്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ചിലക്കാണ്ട് പോയിക്കോ എന്നാ വാർഡൻ പറയുന്നേ. വാർഡന് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ. എന്നാലും അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സഹപാഠിയാണ് അവരോടൊപ്പം അതേ ഹോസ്റ്റലിൽ കഴിഞ്ഞവരാണ്. പെട്ടെന്ന് ഇന്നലെ രാത്രിയോടുകൂടി ആത്മഹത്യാശ്രമം നടത്തുന്നു. ആത്മഹത്യാശ്രമം കഴിഞ്ഞ് കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ആ ആത്മഹത്യാശ്രമത്തിന് കാരണം തങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാനേജ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു എന്ന ആരോപണമടക്കം ഇപ്പോൾ വിദ്യാർത്ഥികൾ സഹപാഠികൾ ഉയർത്തുന്നു. അരുൺ പാറക്കൽ വീണ്ടും നമ്മോടൊപ്പം ചെയ്യുന്നു. അരുൺ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആത്മഹത്യാശ്രമം കഴിയുന്നു, കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയെ തുടരുന്നു. ഈ ഘട്ടത്തിലും ആ കുട്ടിയുടെ അനുതാപത്തിന് പകരം ആത്മഹത്യാശ്രമത്തിന് കാരണം ഞങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റതിന്റെ മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഓൾറെഡി അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാനേജ്മെന്റിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. സമാനമായ പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പലപ്പോഴും പരാതിപ്പെടുമ്പോൾ പണത്തിന്റെ ഹുങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മറച്ചുവെക്കുകയാണ് മാനേജ്മെന്റ് എന്ന അതിഗുരുതര ആരോപണമടക്കം വിദ്യാർത്ഥികൾ ഉയർത്തുന്നു. പാർക്കൽ, സുഹൈലെ, അതുതന്നെയാണ് ഈ വിദ്യാർത്ഥികളുമായി ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അവർ പറഞ്ഞത്, അവർ എന്നോട് ചോദിച്ചത് ഉൾപ്പെടെ നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ആളാണോ? നേരത്തെ വന്ന ആളുകളൊക്കെ തന്നെ ഈ വിവരം പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല. അവർ മാനേജ്മെൻറ്റ് അവരുടെ വാദങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാഗം എന്താണെന്നും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കേൾക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വളരെ വിഷമത്തോടു കൂടി, വളരെ പ്രതിഷേധത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ഓരോരുത്തരും പങ്കുവച്ചത്. എന്തായാലും മാനേജ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ്, അതായത് വിദ്യാർത്ഥികളോടുള്ള ഒരു മോശം പെരുമാറ്റമാണ് ഈ ഒരു ആത്മഹത്യാശ്രമത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. അവരിപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിനാണ്. ആ പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നത് പെൺകുട്ടിയെ ഇന്നലെ രാത്രി 12:45 ഈ ഒരു സംഭവം ഉണ്ടായി. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന കാര്യം അത് പുറത്തു പറയാൻ, അതായത് ഈ സഹപാഠികളെ പോലും അറിയിക്കാൻ, ഹോസ്റ്റൽ റൂംമേറ്റ്സിനെ പോലും അറിയിക്കാൻ ഈ ആശുപത്രി വൃത്തങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ്. കുട്ടി വെന്റിലേറ്ററിലാണ് എന്ന് പോലീസും അതുപോലെ തന്നെ ആശുപത്രി മറച്ചുവെക്കുന്നുവോ സംശയങ്ങൾ ഉയരുകയാണ്. കാരണം കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് സഹപാഠികൾ അറിയിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ആത്മഹത്യാശ്രമം നടന്ന ഉടൻ തന്നെ പരീക്ഷയിൽ തോറ്റതിന്റെ മനോവിഷമമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഓൾറെഡി തുടങ്ങിയെന്ന ആരോപണമടക്കം ഉയർന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്, കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.